കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മൾ കണ്ടത് വൈറ്റും സിയാനും കൂടെ റേസ് വെക്കുന്നതായിരുന്നു. ബ്ലാക്ക് ആണ് ഫ്രണ്ട് പോയത്. ഗ്യാരേജിന്റെ അവിടെ എത്തുമ്പം ഞാനാ ജയിച്ചത്, നീ തോറ്റുന്ന് വൈറ്റ് പറയുന്നതിന് ഞാൻ വേണോന്ന് വെച്ച് തന്നെയാണ് ബേക്കിൽ വന്നത്, തോറ്റു തന്നെയാണ് എന്നുള്ള രീതിക്കാണ് സിയാൻ പറയുന്നത്. വെറുതെ ഇരുന്ന് കള്ളം പറയാണ്ട് തോറ്റൊന്ന് മര്യാദയ്ക്ക് സമ്മതിക്കുന്ന വൈറ്റ് പറയുമ്പം ശരി ഓക്കെ സമ്മതിച്ചു, ഞാൻ തോറ്റു അതിന് സിയാൻ. അപ്പൊ വൈറ്റ് ആണെങ്കിൽ സിയാന്റെ നെറ്റിലൊരു ഞൊട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. സിയാൻ അവിടെ കിടന്ന് ഒച്ചെടുക്കല്ലാണ്ട് വേറെന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ വൈറ്റ് ആയിട്ട് തന്നെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. പോകുമ്പോ അവിടെ അച്ഛനുണ്ട്. അച്ഛൻ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. വൈറ്റ് ഡിപ്ലോമാറ്റിന്റെ ഒരു എക്സാം എഴുതിയായിരുന്നല്ലോ, ആ റിട്ടേൺ ടെസ്റ്റില് പാസ്സായി അച്ഛൻ പറയുമ്പം അതിന് നാളെയല്ലേ റിസൾട്ട് വരികയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ അതെന്റെ ഫ്രണ്ടിനെ വിളിച്ചറിഞ്ഞു എന്ന് അച്ഛനും. അതുപോലെ എന്നെ കയ്യില് കെട്ടേണ്ടിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഗ്ലാസ് കൊണ്ട് മുറിഞ്ഞാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവനിങ്ങനെ ഭയങ്കര വറീഡ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നീ വിഷമിക്കുന്നു വേണ്ട, റിട്ടേൺ എക്സാം കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ ഇന്റർവ്യൂ അല്ലേ ഉള്ളൂ, അത് നിനക്ക് എന്തായാലും കിട്ടും. പിന്നെ നീ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നീ അബ്രോഡിലാണ് പഠിച്ചത്, പക്ഷെ ഇപ്പൊ ഉള്ളത് തായ്ലൻഡിലാണ്. ഇവിടെ എൽഡേഴ്സിന് റെസ്പെക്ട് കൊടുക്കുകയൊക്കെ വേണം. സീനിയോറിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സീനിയേഴ്സ് പറയുന്നതൊക്കെ കേൾക്കണം, അവരെ റെസ്പെക്ട് ചെയ്യണം. അതാക്കണം എന്ന് കുറെ ഉപദേശിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പറയുന്നു, നീ ഒരു ഡിപ്ലോമാറ്റ് ആവാൻ പോവാണ്, അതുകൊണ്ട് രാജ്യത്തിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനെന്നൊക്കെ അങ്ങനെ അച്ഛൻ കുറെ സംസാരിക്കുന്നു. ഇവിടെ സിയാന അവന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് ഉള്ളത്. ഫ്രണ്ടിന്റെ പേര് നാമോ എന്നാണ്. അവൻ അവിടെ ഇരുന്ന് ഗിറ്റാർ വായിക്കാണ്. പക്ഷെ ആക്ക് തീരെ കോൺസെൻട്രേഷൻ ഇല്ല. എന്തു പറ്റിയെന്ന് നാമോ ചോദിക്കുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് മൈൻഡിൽ ഫുള്ള് വൈറ്റ് ഗ്രൂപ്പ് വിട്ട് നിൽക്കുവാണെന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളാണ് ഉള്ളത്. ഗ്രാഫിറ്റി കൊള്ളത്തില്ല എന്നുള്ളതും കൊണ്ട് നീ പെട്ടെന്ന് അത് നിർത്തുവാണെന്ന് പറയുവാണെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ എന്ന് ഞാൻ ചോദിക്കുമ്പം എന്തുവാടാ നീ പറയുന്നത്, നിനക്ക് വല്ല വട്ടം പിടിച്ചോന്നാണ് അവള് ചോദിക്കുന്നത്. എന്നിട്ട് സിയാനാണെങ്കിൽ ബ്ലാക്ക് ഇപ്പൊ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് പെരുമാറുന്നത്. അവനിപ്പോ അവനെ പോലെയേ അല്ല എന്ന് പറയുമ്പം ബ്ലാക്കിനെ എനിക്ക് അത്ര നന്നായിട്ട് അറിയത്തില്ല, നീ ഇവിടെ സംസാരിക്കുന്ന പറയുന്നതിന്. അതെങ്ങനെയാ അവനെ ആരുടെയെങ്കിലും എടുത്ത് എന്തെങ്കിലും പറഞ്ഞാലല്ലേന്ന് സിയാൻ. എന്നാ പിന്നെ വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കുന്ന ഇവള്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ യോക്ക് വരുന്നത്. ഉനാർ എന്ന് പറയുന്ന ഒരു പെയിന്റർ അറിയോന്ന് ചോദിക്കുന്നുണ്ട്. ഉനാർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. സാമൂഹിക വിമർശനങ്ങളാണ് ആള് പെയിന്റ് ചെയ്യാറുള്ളത്. മുനാറിന്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വർക്കുകള് ഇറേസ് ചെയ്തു എന്നൊക്കെ ഇവളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. മുനാറിനെ എല്ലാവർക്കും അറിയാം, പക്ഷേ ആള് ശരിക്കും ആരാണെന്നുള്ളത് ആർക്കും അറിയില്ല. പേരറിയാം, പെയിന്റിങ്ങുകൾ അറിയാം, പക്ഷെ ഇയാളാണ് ഉനാറ് എന്ന് ആർക്കും അറിയത്തില്ല. യോക്കാണെങ്കിൽ അന്ന് ഉനാറിനെ കണ്ടപ്പം അവര് മാസ്ക് കഴിക്കാൻ നോക്കിയപ്പം സമ്മതിക്കാണ്ട് ഓടിപ്പോയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് വിവരങ്ങൾ ഇവളുടെ അടുത്ത് കിട്ടുന്നുണ്ട്. യോക്ക് സിയാനെ വിളിച്ച് മാറിന്ന് സംസാരിക്കുകയാണ്. താവിന്റെ വീട് കത്തിച്ചപ്പം ഉനാറിനെയാണ് രക്ഷിച്ചത് എന്ന് പറഞ്ഞ ആ ഒരു പെയിന്റിങ് ഉനാറ് പോസ്റ്റ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. താവിന്റെ കൂടെയല്ല വർക്ക് ചെയ്യുന്നത്, അയാൾക്ക് എതിരെയായിട്ടാണ്, നമ്മളെപ്പോലെ തന്നെയാണ് വർക്ക് ചെയ്തതെന്നൊക്കെ ഇവൻ പറയുന്ന സമയത്ത് കൂടെ തന്നെ അറിയാണ് ഉനാറിനെയും കൂടെ ഇവരുടെ കൂട്ടത്തില് വർക്ക് ചെയ്യാൻ വിളിക്കുന്ന കാര്യം. മോശപ്പെട്ട ആൾക്കാരുടെ എതിരെ നിൽക്കുന്ന ഇവരുടെ അതേ തോട്ടുള്ളത് കൊണ്ടാണോ, അതുവരെ ഇപ്പൊ യോക്കിന് ഓൾറെഡി ഉനാറിന്റെ അടുത്തൊരു കണ്ണുണ്ടല്ലോ, അതുകൊണ്ടാണോ എന്നാണ് നമുക്ക് സംശയം. അവന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി അവൻ ഹൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളിവിടെ വന്ന് വർക്ക് ചെയ്യുന്ന തോന്നുന്നുണ്ടോന്ന് സിയാൻ. യോക്ക കോളേജിലേക്ക് പോവാൻ നിൽക്കുമ്പം അമ്മ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, വർക്കിന് പോകുന്നില്ലേന്ന്. യോക്കിന്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അമ്മ ഒരു വീട്ടിലായിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് ഈ അടുത്ത് ജോലി കിട്ടിയതാണ്. പക്ഷെ ആ വീട്ടിലെ ലേഡിക്ക് അമ്മ ഇങ്ങനെ സംസാരിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ജോലി എടുപ്പിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അമ്മേനെ പറഞ്ഞു വിട്ടു. ഇത് കേട്ടിട്ട് യോക്കിന്റെ ദേഷ്യമാണ് വരുന്നത്. ലേബർ പ്രൊട്ടക്ഷൻ ഓഫീസിൽ പോയിട്ട് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു പോവാൻ നിൽക്കുമ്പം അമ്മ അവനെ തടഞ്ഞു വെച്ചിട്ട് പറയുന്നു, അതിൽ അവരുടെ തെറ്റൊന്നുമില്ല, എന്റെ തെറ്റാണ്, ഞാൻ അവരെ അൺകംഫർട്ടബിൾ ആക്കിയതാണ്. അവർക്ക് സംസാരിക്കുന്ന അവരുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരാളെയാണ് വേണ്ടത്, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ അമ്മ ഇവനെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പം യോക്കിന്റെ ദേഷ്യം അങ്ങ് പോകുന്നില്ല. എന്നാ പിന്നെ അമ്മ ഇവിടെ തന്നെ നിന്നോ, ഞാൻ അമ്മേനെ നോക്കിക്കോളാം എന്നവൻ പറയുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് വർക്ക് ചെയ്യാനാണ് താല്പര്യം. അമ്മയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലാത്തോണ്ടല്ല, ഇങ്ങനെ ഓരോരുത്തര് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നോണ്ടാണ് യോക്ക്. പക്ഷെ അമ്മ വളരെ പോസിറ്റീവായിട്ട് പറയുന്നു, എല്ലാരും അമ്മനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ അങ്ങനെ പറയുന്നത്. തന്നെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും, തന്നെ കൊണ്ടത് പറ്റുന്ന് അമ്മയ്ക്ക് അവരെ കാണിച്ചു കൊടുക്കണം. യോക്ക് അമ്മേനെ തടയുവാണെങ്കിൽ നീയും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നാ വിചാരിക്കുന്നേന്ന് അമ്മ പറയുന്നു. അമ്മ നാളെ ഒരു വർക്കിന് പോകുന്നുണ്ട്. അവിടെ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളവരാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് അവിടെ ഒരു പെർമനന്റ് ജോബ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അമ്മ ഹാപ്പി ആണെങ്കിൽ ചെയ്തോന്ന് യോക്കും പറയുന്നു. നമ്മുടെ വൈറ്റ് റിട്ടേൺ ടെസ്റ്റിന് പാസ്സായെങ്കിലും ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതിനുവേണ്ടി ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഫ്രണ്ട് വരുന്നത്. അന്ന് കണ്ട് പരിചയപ്പെട്ടില്ലായിരുന്നോ ആ ഫ്രണ്ട്.
എക്സൈറ്റഡ് ആണോ എന്ന് വൈറ്റ് ചോദിക്കുന്നതിന് കുറച്ച് നെർവസ് ആണ് എന്ന് ഫ്രണ്ട് തിരിച്ചു ചോദിക്കുന്നതിന് വൈറ്റ് പറയുന്നു, ഇല്ല നെർവസ് ഒന്നല്ല, എന്തായാലും ജയിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മിനിസ്ട്രീനോട് സെറ്റ് ആവും എന്നുള്ളതാണ് സംശയം എന്നുള്ള രീതിക്ക് അവൻ പറയുമ്പം അപ്പൊ ജയിക്കുന്ന തരത്തിൽ ഉറപ്പാണോ എന്ന് ഫ്രണ്ടിനെ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒരു ജോബിനോട് താല്പര്യമില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാധാരണയായിട്ട് ഇങ്ങനത്തെ ഒരു ജോബ് കിട്ടുന്നത് വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. ഫ്രണ്ട് ആണെങ്കില് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയില് ജനിച്ചു വളർന്നതാണ്. ഇവിടെയാണെങ്കില് പൊതുവെ ഓരോരോ പ്രിവിലേജസ് ഉണ്ടല്ലോ, വലിയ വലിയ ആൾക്കാർക്ക് ഓരോരുത്തരുടെ റെക്കമെൻഡേഷനിലൂടെ പണത്തിലൂടെയൊക്കെ ജോബൊക്കെ കിട്ടുമല്ലോ. അതിനെ കുറിച്ചൊക്കെയാണ് ഫ്രണ്ട് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല, ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും. രാഷ്ട്രത്തെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് വൈറ്റ് പറയാണ്. പക്ഷെ ഫ്രണ്ടിന് അങ്ങനെ തോന്നില്ല. കാരണം റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും പ്രിവിലേജ് ഉണ്ട്. പോരാത്തതിന് വിദ്യാഭ്യാസം കിട്ടുന്നതാണെങ്കിൽ നല്ല സാമ്പത്തികമുള്ള അല്ലെങ്കിൽ ഒരു ഭൗതിക സാഹചര്യം ഉറപ്പായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ചിലർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത് തന്നെ റയർ ആയിരിക്കും. ഇവിടെ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും കുറെ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളവര് അബ്രോഡിൽ പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ ഒരു മിഡിൽ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ ഒരു ലോവർ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഹയർ എഡ്യൂക്കേഷൻ കിട്ടാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മിക്കപ്പോഴും പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നന്നായിട്ട് പഠിക്കുന്ന പിള്ളേര് പോലും ഒരു +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു 10 കഴിഞ്ഞൊക്കെ പഠിക്കാതിരിക്കുന്നത്. ഇപ്പൊ പോലും അങ്ങനെയാണ്. നമ്മുടെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് മൊത്തം ഒന്നുമില്ലാത്തവരും ഒരു ഭാഗം മൊത്തം ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം ഉള്ളവരുമാണ്. പോരാത്തതിന് പിൻവാതിൽ നിയമനത്തെ കുറിച്ചാണെങ്കിൽ പറയാനുമില്ല. ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനാണെങ്കിലും ഇനിയിപ്പൊ ജോലി കിട്ടാനാണെങ്കിലും ക്വാളിഫിക്കേഷനെക്കാട്ടും സമ്പത്തുണ്ടോ എന്നതാണ് മിക്കവരും നോക്കുക. പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള അധികാരം, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ ഇപ്പൊ PSCന്റെ കാര്യം എടുക്കുകയാണെങ്കിലും കുറെ സംവരണങ്ങളുണ്ടല്ലോ. SC/STക്ക് OBCക്ക് ഒക്കെ സംവരണമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ജനറൽ വിഭാഗത്തിലേക്ക് വരുമ്പം അവർക്ക് 90% കൂടുതൽ മാർക്ക് വേണം. OBCക്ക് ആണെങ്കിൽ അതിലും കുറവ് മേടിച്ചാൽ മതി, SC/STക്ക് ആണെങ്കിൽ അതിലും കുറവ് മേടിച്ചാൽ മതി. പക്ഷെ പഠിക്കുന്നതില് സാമ്പത്തികമായിട്ടൊക്കെ അവരെ സഹായിക്കുന്നല്ലേ. അങ്ങനെയുള്ള മാർക്കിന്റെ കാര്യത്തിൽ അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. പോരാത്തതിന് ഇപ്പൊ ഈ ജനറൽ വിഭാഗത്തിൽ തന്നെ പൈസ ഇല്ലാത്ത എത്രയോ പേരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഒന്നാമത് അവര് ഗതികെട്ടായിരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു വരുന്നത്. അപ്പോണ്ട് 88 മാർക്ക് എടുത്താലും കയ്യിൽ നിന്ന് പോവും. ഒരു കാര്യമില്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാനൊരു ജനറൽ വിഭാഗം ആയതുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലം ഇല്ലാത്തതുകൊണ്ടോ ഒന്നല്ല കേട്ടോ. ഞാൻ ജനറൽ വിഭാഗമല്ല, എനിക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ പിൻബലത്തോടുകൂടെ തന്നെ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ അനീതിയായിട്ടാണ് അന്നും കണ്ടുകൊണ്ടിരുന്നത്, ഇന്നും കാണുന്നത്. മേ ബി ഞാൻ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതും കൊണ്ടും കൂടെ ആവാം. എന്നാലും ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാരണം, ഒന്നാമത് നോട്ട് മീ എന്ന് പറയുന്ന ഈ ഒരു സീരീസ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നതാണ്. വേറൊരു കാരണം, ഞാനിങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് ഇതിന്ന് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ കുറിച്ച് കുറച്ചെങ്കിലും ചിന്തിക്കും. അതിനു വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റൂ. എന്തായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വൈറ്റിനെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുകയാണ്. ഇവന്റെ പേര് കേട്ടിട്ട് വൈറ്റിന്റെ അച്ഛന്റെ പേര് പറഞ്ഞ് അറിയോന്ന് ഫ്രണ്ട് ചോദിക്കാണ്. എന്റെ അച്ഛനാന്ന് പറയുമ്പം ഫ്രണ്ടിന്റെ മുഖം ആകെപ്പാടെ അങ്ങ് മാറുന്നുണ്ട്. വൈറ്റിന്റെ അച്ഛൻ വലിയൊരു ഡിപ്ലോമാറ്റ് ആണ്. മോനും അതേ ജോലിക്ക് തന്നെയാണ് വന്നേക്കുന്നത്. അങ്ങനെയുള്ളപ്പം ഉറപ്പായിട്ടും പ്രിവിലേജ് ഉണ്ടാവുമെന്ന് ഫ്രണ്ടിന് അറിയാലോ. പോരാത്തന് അത് ശരിയാണ്. വൈറ്റും അവന്റെ അച്ഛനും കൂടെ വന്നതിന്റെ പിറ്റേന്നങ്ങാണ്ട് കുറച്ചുപേരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അയാളിൽ ഒരാളാണ് അവിടെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്നത്. വൈറ്റ് പോകുന്ന സമയത്തും അവനാണെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടാവാണ്. ഇങ്ങനെ പ്രിവിലേജ് വെച്ച് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന കണക്കാണോ ഞാനിങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു ഗിൽറ്റ് തോന്നുവാണ്. വൈറ്റ് അവിടെ ഇന്റർവ്യൂവിന് പോയിട്ട് അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പം അന്ന് അച്ഛന്റെ കൂടെ പോയി കണ്ട ആള് പറയുന്നു, നീ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാന്ന്. വൈറ്റിന്റെ അടുത്ത് എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അതിന് ഉത്തരം പറയുന്നതായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ അടുത്ത സീനില് ഗംബയും യോക്കും കൂടെ ബോക്സിംഗ് ചെയ്യാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വൈറ്റ് വരുന്നത്. ഗംബ വൈറ്റിന്റെ അടുത്ത് സംസാരിക്കുമ്പം യോക്കൊരെണ്ണം കൊടുക്കുന്നുണ്ട്. ഗംബ വൈറ്റിന്റെ അടുത്ത് യോക്കിന്റെ കൂടെ ബോക്സിംഗ് ചെയ്യാൻ പറയാണ്. ഇവനും കുറച്ചേരം ആലോചിക്കുന്നുണ്ടെങ്കിലും വന്ന് നിൽക്കുന്നു. അങ്ങനെ കറക്റ്റ് തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് സിയാൻ പറയാണ് അവന്റെ കൂടെ ഞാൻ ഫൈറ്റ് ചെയ്യാന്ന്. ഇത് യോക്കിനെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും സിയാൻ തന്നെയാണ് വൈറ്റിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുന്നത്. വൈറ്റും റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് സിയാനാണെങ്കിൽ അവന്റെ കഴുത്തിനെ പിടിച്ചിട്ട് നെറ്റിയില് കുറെ തട്ട് കൊടുക്കാണ്. ഇന്നലെ ചെയ്തതിന്റെ പ്രതികാരം തീർത്തുകയാണ്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് വൈറ്റിന്റെ മൂക്കിനിട്ട് തന്നെ നല്ല ഒരെണ്ണം സിയാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. ചോരയും വരുന്നു. പിന്നെ ഇവര് ഫൈറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യാണോ അത് റൊമാൻസ് ചെയ്യാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. എന്നാൽ പോലും സിയാൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. സിയാൻ പഞ്ച് ചെയ്യുമ്പം വൈറ്റ് മാറുവാണ്. പക്ഷെ അങ്ങനെ അവൻ എന്തോ പറ്റിയാണെങ്കിൽ നേരെ വീഴാൻ പോകുന്നു. സിയാനാണ് പിടിക്കുന്നത്. വൈറ്റ് ആണെങ്കിൽ ബോധം കെട്ടുപോവാണ്. കൗച്ചിലേക്ക് കൊണ്ട് കടത്തുമ്പം ഗംഭ പറയുന്നു തണുത്ത എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുത്തിട്ട് വരാൻ. അങ്ങനെ സിയാൻ അവിടെ നിന്ന് പോവാണ്. തിരിച്ചു വന്നിട്ട് അത് അവന്റെ മുഖത്തേക്ക് വെക്കുമ്പം എണീക്കുന്നുണ്ട്. മെഡിസിൻ കൊണ്ട് കൊടുത്തിട്ട് നീ അല്ലേ അവനെ അടിച്ചത്, മര്യാദയ്ക്ക് ഇരുന്ന് ബാൻഡേഡ് ചെയ്ത് കൊടുക്കുന്ന് ഗംഭ പറയുന്നു. സിയാൻ എപ്പോഴത്തെ പോലെ തന്നെ ആദ്യം ഒന്ന് ആറ്റിറ്റ്യൂഡ് ഇടുന്നുണ്ട്. വൈറ്റ് ആണെങ്കിൽ സിയാൻ കുടിക്കാൻ പോയ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുവാണ്. അതും വേണമെങ്കിൽ കഷ്ടപ്പെട്ട് അടിപിടി കൂടിയിട്ട് വേണം പറയാൻ. വൈറ്റ് സ്വന്തമായിട്ട് മരുന്ന് വെക്കാൻ പോകുമ്പം സിയാൻ അത് മേടിച്ച് വെക്കാൻ നോക്കാണ്. ഞാൻ ചെയ്തോളാന്ന് പറയുന്നുണ്ടെങ്കിലും സിയാൻ തന്നെയാണ് അത് ചെയ്യുന്നത്. അല്ലേലും എപ്പോഴൊക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് കാണിച്ചാലും ബ്ലാക്കിന്റെ കാര്യം വരുമ്പം കറക്റ്റായിട്ട് അതങ്ങ് ചെയ്യുമല്ലോ. അങ്ങനെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചേക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗംഭ വന്നിട്ട് യോക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സിയാന്റെ അടുത്ത് പറയുന്നത്. എന്നിട്ട് ബ്ലാക്കിനെയും കൂട്ടിയിട്ട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടുമാണ്. ഗംഭ ഷൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്. അതിന്റെ സൗണ്ട് പോലും നമ്മുടെ വൈറ്റിന് പറ്റുന്നില്ല. ചെവി ഒത്തി നിൽക്കുവാണ്. അപ്പോഴാണ് ഗംഭ വൈറ്റിന്റെ അടുത്ത് ഇനി ഷൂട്ട് ചെയ്യാൻ പറയുന്നത്. കൊച്ചിനാണെങ്കിൽ പേടിക്കണ്ട, ബാക്കിയുള്ളവരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഗംഭ. എന്നിട്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ വൈറ്റ് ചെയ്യുന്നതൊക്കെ ഗംഭയ്ക്ക് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടാണ് തോന്നുന്നത്. ബ്ലാക്കിന്റെ ആണെങ്കിൽ എപ്പോഴും ഒരു ഫയർ ഉണ്ടാവും, ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യും. പക്ഷെ ഭയങ്കര വീക്ക് ആയിട്ടാണ് വൈറ്റിനെ ഗംഭയ്ക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഓക്കെയാണ്, ജസ്റ്റ് ടയേർഡ് ആയതുകൊണ്ടാണ് എന്നൊക്കെ വൈറ്റ് പറയുന്നുണ്ടെങ്കിലും നിനക്ക് ബാക്കിയുള്ളവരെ പറ്റിക്കാം, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ബ്ലാക്കിന്റെ കൈ ഭയങ്കര ഹാർഡാണെന്ന് തോന്നുന്നു. പക്ഷെ വൈറ്റിന്റെ കൈ വളരെ സോഫ്റ്റ് ആണ്. അവനിങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങള് ഗംഭയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടോ ഗംഭ സംസാരിക്കുന്ന കേട്ടിട്ട് ബ്ലാക്കും ഗംഭയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. എപ്പോഴും ഗംഭ വൈറ്റിന്റെ അടുത്ത് പെരുമാറുന്ന രീതിയും അതുപോലെ തന്നെ സംസാരിക്കുന്നതാണെങ്കിലും ഗംഭ എന്നെ അറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെക്കാട്ടും എനിക്ക് അവനെ അറിയാന്ന്. അങ്ങനെയൊക്കെ നോക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായാലും ഗംഭ വൈറ്റിന്റെ അടുത്ത് ഈ ഗ്യാരേജിൽ തന്നെ നിന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള രീതിക്ക് പറയുന്നുണ്ട്. വൈറ്റിന് താല്പര്യമില്ലെങ്കിലും ഗംഭ പറയുന്നതൊക്കെ കേട്ടിട്ട് സമ്മതിക്കേണ്ട വരുവാണ്. വൈറ്റ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ അവന്റെ അടുത്ത് ഇന്റർവ്യൂവിന് എന്ത് ഉത്തരാ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരിൽ യുനെസ്കോ തായ്ലൻഡിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ എന്തായിരിക്കും വൈറ്റ് ചെയ്യാന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഏജൻസിയാണ് യുനെസ്കോ. ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബാസഡർ ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളവരെയാണ് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന ആൾക്കാരാണ് ഡിപ്ലോമാറ്റ്സ് അഥവാ നയതന്ത്രജ്ഞര്. അവരാണ് രാജ്യത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള വൈറ്റ് എന്ത് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാണ് വേണ്ടത് എന്നുള്ള രീതിക്കാണ് വൈറ്റ് ഉത്തരം പറഞ്ഞത്. സത്യസന്ധമായിട്ട് ഉള്ള കാര്യം പറയണമെന്നാണ് വൈറ്റ് പറയുന്നത്. പക്ഷെ അച്ഛൻ പറയുന്നു ഒരു നയതന്ത്രജ്ഞൻ രാഷ്ട്രത്തിന്റെ ഇഷ്ടം എന്താണോ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് നോക്കേണ്ടത്. സത്യമോ കള്ളോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അതേപോലെ തന്നെ വൈറ്റ് വിചാരിക്കുന്നത് ഇങ്ങനൊരു ഉത്തരം പറഞ്ഞതുകൊണ്ട് തന്നെ പാസ്സാവത്തില്ല എന്നാണ്. പക്ഷെ അച്ഛന്റെ കണക്ഷൻസ് ഉപയോഗിച്ച് ഉറപ്പായിട്ടും അവൻ പാസ്സാവും. ഇതും കൂടെ കേൾക്കുമ്പം വൈറ്റിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. മറ്റുള്ളവരുടെ ഓപ്പർച്യൂണിറ്റി, ഒരുപാട് പഠിച്ച് നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന ഓരോരുത്തരുടെ ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഇവനിങ്ങനെ എടുക്കുന്നത്. കറക്റ്റ് ആയിട്ട് അവർക്ക് വേണ്ട ഒരു ഉത്തരം പറയാഞ്ഞിട്ട് പോലും തനിക്ക് ജോലി കിട്ടി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ വൈറ്റിന് തോന്നുന്നില്ല. അങ്ങനെ അച്ഛന്റെ അടുത്ത് വഴക്കിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോ. അച്ഛൻ വിളിക്കുന്നുണ്ടെങ്കിലും നിൽക്കുന്ന പോലുമില്ല. വേറെ എങ്ങോട്ടാ, ഗ്യാരേജിലേക്ക് തന്നെയാണ് വരുന്നത്. വൈറ്റിന്റെ ഫേസ് കണ്ടിട്ട് ഗംഭയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. എന്തോ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും വൈറ്റ് ഒന്നും പറയാതെ നിൽക്കുന്നുണ്ടിട്ട് ശരി ഓക്കേന്ന് ഗംഭ. വൈറ്റ് ആണെങ്കിൽ നേരെ പോയിട്ട് പഞ്ചൻ ബാക്കില് ഭയങ്കരമായിട്ട് പഞ്ച് ചെയ്തുകൊണ്ടിരിക്കാണ്. അവനാണെങ്കിൽ തനിക്കുള്ള ഒരു പ്രിവിലേജിനോട് തീരെ താല്പര്യമില്ല. ബാക്കിയുള്ളവരുടെ ഓപ്പർച്യൂണിറ്റീസ് തട്ടിയെടുത്തോണ്ട് തനിക്കുള്ള ഒരു പ്രിവിലേജ് ഇതോർത്ത് ആകപ്പെടെ ഭ്രാന്ത് പിടിച്ച് അവനവിടെ പഞ്ച് ചെയ്യുന്ന ഇതേ സമയത്ത് നമ്മുടെ ഉനാർ അവിടെ മറ്റൊരു പിക്ചർ വരയ്ക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയില് പോസ്റ്റും ചെയ്യും. പ്രിവിലേജിനെ കുറിച്ച് തന്നെയുള്ള ഒരു പോസ്റ്റാണ് താവിന്റെ സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ് നമ്മുടെ യോക്ക് കാണുന്നുണ്ട്. ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് അത് മനസ്സിലാവുമ്പോ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ആ ഒരു ചിത്രം കണ്ട് നേരെ ഇപ്പുറത്ത് നോക്കുമ്പം അവിടെ നമ്മുടെ ഉനാറ നിൽക്കുന്നുണ്ട്. കുറച്ച് ദൂരെയാണ് നിൽക്കുന്നതെങ്കിലും ഇവര് കുറച്ചു നേരം പരസ്പരം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്.
എനിക്കാണെങ്കിൽ യോക്കിന്റെ കണ്ണില് ഭയങ്കരമായിട്ടുള്ള പ്രണയമാണ് കാണുന്നത്. ഇനിയിപ്പൊ എന്നെ വല്ല കുഴപ്പമാണോന്ന് ആർക്കറിയാം. എന്നാലും കുറച്ചേരം അങ്ങനെ നോക്കി എന്നിട്ട് ഉനാറിന് ആളെ മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. പുറകെ തന്നെ യോക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഉനാറിനെ കാണുന്നില്ല. യോക്ക് ഇങ്ങനെ നോക്കിയേക്കുമ്പം ബേഗിൽ കൂടെ വന്ന് ഉനാറ് തോക്ക് ചൂണ്ടാണ്. എന്നിട്ട് എന്നെ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇവിടെ നമ്മുടെ വൈറ്റിനെ ഉറങ്ങണമല്ലോ. അവിടെ ആകെപ്പാട് ഒരു റൂമേ ഉള്ളൂ, അത് സിയാന്റെ റൂമാണ്. അങ്ങോട്ടേക്കാണ് ഗംപ വൈറ്റിനെയും കൂട്ടിയിട്ട് വരുന്നത്. ഇവിടെ തന്നെ നിക്കണമെന്ന് വൈറ്റ്, സിയാന്റെ റൂമില് സ്ഥലമുണ്ട് എന്ന് ഗംപയും. വേറെ എവിടെയെങ്കിലും കടന്നോളാന്ന് പറയുന്നുണ്ടെങ്കിലും ഗംപ സമ്മതിക്കുന്നുണ്ട്. വൈറ്റിന് കുറച്ച് പ്രശ്നമുണ്ട്. അവൻ ഒരു മാസത്തേക്ക് എവിടെയാ നിക്കുന്നേന്ന് പറയുമ്പം അതും സിയാന്റെ റൂമിൽ തന്നെയാണെന്ന് പറയുമ്പം എന്താ പ്രശ്നം എന്ന് സിയാൻ ചോദിക്കുന്നുണ്ട്. വൈറ്റ് ആണെങ്കില് ഞാൻ വേറെ എവിടെയെങ്കിലും കിടക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മുങ്ങാനുള്ള തിരക്കിലാണ്. ഇത് എന്റെ ഗ്യാരേജ് ആണ്, നീ എവിടെ കിടക്കണ്ടേന്ന് ഞാൻ തീരുമാനിക്കും എന്ന് ഗംപ. സിയാനാണെങ്കിലും താല്പര്യമില്ലാത്ത കണക്കാണ് നിൽക്കുന്നത്. വൈറ്റിനാണെങ്കിൽ സിയാന്റെ അടുത്ത് നിൽക്കാണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആയാൽ മതി എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അങ്ങനെ എന്തായാലും ഗംപ അവളെ സിയാന്റെ റൂമിൽ തന്നെ കയറ്റുന്നുണ്ട്. അകത്ത് കയറിയിട്ട് സിയാനാണെങ്കിൽ ഒരുമാതിരി നോക്കാണ്. വൈറ്റ് ആണെങ്കിൽ സിയാനെ ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പം സിയാനാണെങ്കിൽ ഡോറില് കൈവച്ച് നിൽക്കാണ്. എന്തുവാണെന്ന് ചോദിക്കുമ്പം എന്താ നിനക്കെന്നെ പേടിയാണോ എന്ന് സിയാൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും പോവാൻ തോന്നുവോ? ഞാൻ എവിടെയാ കിടക്കണ്ടേന്ന് ചോദിച്ചു അവനവന്റെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവെക്കുവാണ്. ഇതാ ഇവിടെ നിലത്ത് കിടന്നോ, അതാ നിന്റെ സ്ഥലം എന്ന് സിയാൻ. വൈറ്റ് അവന്റെ ബാഗൊക്കെ സിയാന്റെ കട്ടിലേക്ക് വെക്കുന്നു. എന്നിട്ട് അവിടെ ഇരിക്കുവാണ്. നിനക്കിവിടെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റുന്നത് തോന്നുന്നുണ്ടോ എന്ന് സിയാൻ ചോദിക്കുന്നതിന് എന്താ നീ എന്തെന്നെ ഇപ്പൊ ചെയ്യാൻ പോകുന്നേന്ന് വൈറ്റ് ചോദിക്കുമ്പം സിയാനാണെങ്കില് ആ കട്ടിലേല് വൈറ്റ് വെച്ചിരിക്കുന്ന ബാഗൊക്കെ തള്ളി താഴേക്ക് ഇട്ടിട്ട് അവിടെ ഇരുന്ന് വൈറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാ സാധ്യത? നീ എന്തിനിപ്പൊ എന്റെ ബാഗൊക്കെ തള്ളി താഴെ ഇട്ടേന്ന് വൈറ്റ്. കാരണം അതാണ് നിന്റെ ബെഡ്, ഇതെന്റെ ബെഡാണെന്ന് സിയാൻ. എന്നിട്ട് അവിടെ കയറി കിടക്കുന്നു. വൈറ്റ് ആണെങ്കില് നിന്റെ സാധനമൊക്കെ മാറ്റ്, ഞാനിവിടെയാ കിടക്കുന്നേന്ന് സിയാന്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലം കാണിച്ച് പറയാണ്. നിനക്ക് ഇവിടെ കിടക്കണമെങ്കില് നീ തന്നെ വേണമെങ്കിൽ മാറ്റിക്കോന്ന് സിയാൻ. വൈറ്റ് ആണെങ്കിൽ അത് മാറ്റുന്നു. അവന്റെ ഒരു കൈക്കാണെങ്കില് വയ്യല്ലോ. ഇത് കാണുന്ന സിയാനാണെങ്കില് അവിടെ നിന്ന് ഓരോ സാധനം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ബെഡൊക്കെ ക്ലീൻ ആക്കിയിട്ട് ബാത്റൂം എവിടെയാണ് എന്ന് വൈറ്റ് താഴെയാണെന്ന് പറയുമ്പം വൈറ്റ് പോയിട്ട് പല്ല് കേൾക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിയാൻ വന്ന് ഡോറ് നോക്ക് ചെയ്യുന്നത്. കുളിച്ചു കഴിഞ്ഞില്ലെന്ന് വൈറ്റ് പറയുന്നതിന് അതിന് നിന്റെ അടുത്ത് ആരാ കഴിഞ്ഞോ ഇല്ലയോ എന്ന് ചോദിച്ചത് എന്ന് സിയാൻ ഡോർ തുറന്നിട്ട് എന്താ കാര്യം ചോദിക്കുമ്പം നിനക്ക് കുളിക്കാൻ ടവല് വേണോ വേണ്ടേ എന്ന് സിയാൻ ചോദിക്കാണ്. അകത്ത് നോക്കുമ്പം ടവലില്ല, വേണമെന്ന് വൈറ്റ്. പെട്ടെന്ന് ടവല് മാറ്റിയിട്ട് ഒന്ന് താങ്ക് യു പറഞ്ഞൂടെ, ഒന്നുമില്ലേലും നിന്റെ ഷർട്ട് ഒരു അഴിച്ചെന്ന് ഞാനല്ലേന്ന് സിയാൻ. കുഞ്ഞു പിള്ളേരെ പോലെ ഹെൽപ്പ് ചെയ്തതൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നേന്ന് വൈറ്റ് പറയുമ്പോ എന്നാ പിന്നെ ടവലൊന്നും നിനക്കില്ല, അവിടെ തന്നെ നിന്നോന്നും പറഞ്ഞ് സിയാൻ അവിടെ നിന്ന് പോവാണ്. സിയാൻ എന്ന് പറഞ്ഞ് ഇവൻ വിളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വന്നിട്ട് ടവല് നീട്ടുന്നു. വൈറ്റ് അത് മേടിക്കാൻ നോക്കുമ്പോഴാണെങ്കില് സിയാൻ അതിന്റെ അപ്പുറത്ത് പിടിച്ച് വലിച്ചോണ്ടിരിക്കാണ്. ഭയങ്കര വടംവലിയാണ്. വൈറ്റ് ആണെങ്കിൽ അവിടെ വാതിലിന്റെ പാതി മറിഞ്ഞാണ് നിൽക്കുന്നത്. ഇവരുടെ ഈ ഒരു വലി കുറെ നേരം അങ്ങ് നീണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ മൈൻഡില് എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളൊരു ഫീലാണ്. നമ്മുടെയൊക്കെ പ്രതീക്ഷ പോലെ തന്നെ വൈറ്റ് നേരെ സിയാന്റെ മേത്തേക്ക് ഒന്ന് വീഴുന്നുണ്ട്. കിസ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ജസ്റ്റ് മിസ്. പാവം നമ്മുടെ വൈറ്റ് ആണെങ്കിൽ ഡ്രസ് ഇട്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് ആ ടൗലെടുത്തൊന്ന് ചുറ്റി വെക്കുന്നുണ്ട്. എന്തോ നീ കാണിച്ചത്, എന്തിനിങ്ങനെ വലിച്ചേന്ന് ചോദിക്കുമ്പോ സാധാരണയായിട്ട് ഞാൻ നിന്നെ ഫ്ലൈറ്റ് കിക്ക് ചെയ്താൽ പോലും നീ അനങ്ങാറില്ല. ഇപ്പൊ നീ ഇങ്ങനെ വരുന്നത് ഞാനെങ്ങനെ അറിഞ്ഞൂന്ന് സിയാൻ. പെട്ടെന്ന് വിളിക്ക, എനിക്ക് ഉറങ്ങണം എന്ന് സിയാൻ പറയുമ്പം നീ പോയിട്ട് ഉറങ്ങിക്കോളാൻ വൈറ്റ്. എന്നിട്ടാണ് നീ വന്നിട്ട് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. ഉറക്കത്തിന്ന് ഞാൻ എണീക്കുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഉറങ്ങി എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങുന്നത് വലിയ കഷ്ടപ്പാടാണ് എന്ന് സിയാൻ. വൈറ്റ് കുളിച്ചിട്ട് കടക്കാൻ വരുന്ന സമയത്ത് സിയാൻ അവിടെ ബുക്ക് വായിച്ചോണ്ടിരിക്കാണ്. ഇത് കാണുന്ന നമ്മുടെ കൊച്ചിന് ഭയങ്കര അത്ഭുതം. സിയാൻ ബുക്കൊക്കെ വായിക്കുമെന്ന്. അത് ചോദിക്കുമ്പം എന്താ എനിക്ക് ബുക്ക് വായിക്കാൻ പാടില്ലേ എന്നാൽ അതെല്ലാം നീ ബുക്ക് വായിക്കുന്ന കണ്ടിട്ട് സർപ്രൈസ്ഡ് ആയോണ്ടാണ് എന്ന് വൈറ്റ് പറയുമ്പം എന്നെ പോലെയുള്ളവർ ഉറപ്പായിട്ടും ഹാർഡായിട്ട് എന്നെ വർക്ക് ചെയ്യണം, അതിന്റെ കൂടെ വായിക്കുവാണെങ്കിൽ അത്രയും പഠിക്കാം എന്ന് സിയാൻ. എന്റെ ലൈഫില് നിന്റെ അമ്മേനെ പോലെ ഒരു ജഡ്ജ് ഇല്ലാന്ന് സിയാൻ പറയാണ്. വൈറ്റ് ജനിച്ചപ്പോ തന്നെ ഒരുപാട് പേര് അവന്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഇപ്പൊ ഗ്യാരേജിൽ വന്നപ്പോഴാണെങ്കിലും ഒരുപാട് പേരുണ്ട്. അവൻ എപ്പോഴും ഒരു പ്രിവിലേജ് കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ സിയാൻ അങ്ങനെയല്ല. അവൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവനെ ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ തന്നെ വേണം. ഇത് സിയാൻ പറയുമ്പം വൈറ്റ് ആലോചിക്കാണ്. ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് സിയാൻ ഇപ്പൊ കുറച്ചുകൂടെ ഉറപ്പിച്ചു തന്നു എന്ന് പറയാണ്. അതായത് ആ ഒരു പ്രിവിലേജിന്റെ കാര്യമാണ് അവൻ പറയുന്നത്. അതും മനസ്സിലാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഉറങ്ങുന്നുണ്ട്.
പക്ഷെ വൈറ്റ് ആണെങ്കില് എണീറ്റ് സിയാന്റെ ബാഗൊക്കെ തപ്പി നോക്കുകയാണ്. അതിലൊരു സ്നാക്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ട്. ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിയാൻ എണീക്കുന്നു. നീ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ അടുത്തേക്ക് വന്ന് പിടിച്ച് നോക്കുമ്പോ വൈറ്റ് ആ ഒരു സ്നാക്സ് തന്നുകൊണ്ടിരിക്കാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഇന്ന് ഫുള്ളൊന്നും കഴിച്ചില്ലാന്ന് വൈറ്റ്. പക്ഷെ അത് അപ്പാടങ്ങ് വിശ്വസിക്കാൻ സിയാന് തോന്നില്ല. ഒന്ന് തപ്പിയൊക്കെ നോക്കുന്നുണ്ട്. നീങ്ങ വാന്നും പറഞ്ഞ വൈറ്റിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് കടത്തുവാണ്. കയ്യിൽ പിടിച്ചോണ്ടിരിക്കുമ്പം എനിക്കിങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് വൈറ്റ്. അത് നിന്റെ കാര്യമാണെന്ന് സിയാൻ. അങ്ങനെ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത്. സിയാൻ ഇങ്ങനെ കൈ പിടിച്ച് കിടക്കുവല്ലേ, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തിരിഞ്ഞ നല്ല കുട്ടിയായിട്ട് സിയാനെ നോക്കി വൈറ്റ് കിടക്കുവാണ്. സിയാൻ ഉറക്കത്തിൽ ഒരുമാതിരി പേടിച്ച് കരയുന്നതാണ്. വൈറ്റ് സിയാൻ സിയാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ സിയാൻ എണീക്കാണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കാണ്. എന്നെ ഹെൽപ്പ് ചെയ്യ, അതല്ല സത്യം എന്നൊക്കെ സിയാൻ പറയുന്നുണ്ട്. അടുത്ത് കിടക്കുന്ന വൈറ്റിനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാണ് അവൻ കുറച്ച് സമാധാനത്തിലാവുന്നത്, കരയാണ്ട് കിടക്കുന്നത്. രാവിലെ വൈറ്റ് നോക്കുമ്പം സിയാൻ അവന്റെ കാലൊക്കെ വൈറ്റിന്റെ മേത്തേക്ക് ഇട്ടോണ്ടാണ് കിടക്കുന്നത്. ഒരു വിധത്തിൽ അതൊക്കെ മാറ്റി നേരെ കിടക്കുമ്പം സിയാനാണെങ്കില് കൈയും കാലും വെച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാണ്. വൈറ്റ് എണീക്കാൻ നോക്കുമ്പോഴാണ് സിയാന് ഉറക്കം തെളിയുന്നത്. എന്നിട്ട് എണീറ്റിട്ട് ചോദിക്കുന്നതോ, നീ എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നേന്ന്. ഞാനല്ല, നീയാ കെട്ടിപ്പിടിച്ചത്. ഇന്നലെ രാത്രി നിനക്ക് നല്ല പനി ഉണ്ടായിരുന്നു, അത് ഞാൻ ചെക്ക് ചെയ്തപ്പോഴേക്കും നീ എന്നെ വലിച്ചെടുപ്പിച്ച് കെട്ടിപ്പിടിച്ച് കടക്കുമായിരുന്നു എന്ന് വൈറ്റ്. അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോന്ന് സിയാനാണെങ്കിൽ നാണക്കേട്. ആ സമയത്താണ് ആ റൂമിലേക്ക് ടിയർ ഗ്യാസ് വന്നു വീഴുന്നത്. വൈറ്റിന്റെ അടുത്ത് നോക്കാനും പറഞ്ഞ് സിയാൻ അത് പോയിട്ട് തട്ടിത്തെറിപ്പിക്കുന്നു. ആ ഗ്യാസ് ശ്വസിക്കാൻ പറ്റാണ്ട് സിയാൻ അവിടെ വീണുവാണ്. വൈറ്റ് ആ സമയത്ത് വെള്ളവും ബ്ലാങ്കറ്റും ഒക്കെ എടുത്ത് അവന്റെ മുഖവും കഴുകി സിയാന്റെ മുഖവും കഴുകി പുറത്തേക്ക് വരുവാണ്. മര്യാദയ്ക്ക് കണ്ണു പോലും കാണാണ്ട് രണ്ടുപേരും വീണു പോകുന്നു. ആ സമയത്ത് ഗംഭ വന്നിട്ട് അവരുടെ മേത്തേക്ക് വെള്ളം ഒഴിച്ച് മുഖം കഴുകാനായിട്ട് വെള്ളം കൊടുക്കുവാണ്. വൈറ്റ് അത് മേടിച്ച് കണ്ണിങ്ങനെ ഉരയ്ക്കുമ്പം ഉരയ്ക്കല്ലേ എന്ന് പറഞ്ഞ് സിയാൻ അവനെ തടയുന്നുണ്ട്. ഗംഭയാണെങ്കിൽ രണ്ടുപേരെയും കോച്ച് ചെയ്താണ് പോലും. ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് എപ്പോഴും ഏത് സമയത്ത് എന്ത് വേണേലും സംഭവിക്കാം, നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കണം എന്നാണ് ഗംഭ പറയുന്നത്. ഉറങ്ങുന്ന സമയത്ത് അതും ബെഡ്റൂമിൽ ഉറങ്ങുമ്പോ എന്ത് നടക്കാനാന്നൊക്കെ അവര് ചോദിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കമന്റ് എടുത്താൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം, എപ്പോഴും എന്തിനും റെഡി ആയിട്ടിരിക്കണം എന്നാണ് ഗംഭ പറയുന്നത്. അകത്ത് ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ താമസിച്ചെന്നാണ് ഗംഭ ചോദിക്കുന്നത്. ഉറങ്ങിക്കൊണ്ടിരുന്നവര് ഇപ്പൊ അതൊക്കെയല്ലേ ശ്രദ്ധിക്കുന്നേന്ന് ഇവരും. അങ്ങനെ എന്തായാലും ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്ത് അടുത്ത സീനില് നമ്മുടെ പയ്യന്മാര് മുഖം കഴുകിക്കൊണ്ടിരിക്കാണ്. നീ ഒരുപാട് മാറിപ്പോയി, ഇത്രയും കൈൻഡായിട്ട് നീ ഇരുന്നിട്ടേ ഇല്ലാന്ന് സിയാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാ സിയാൻ ഇങ്ങനെ പറയുന്നേന്ന് വൈറ്റിനുണ്ടോ മനസ്സിലാവുന്നു. അപ്പോഴാണ് സിയാൻ ചോദിക്കുന്നത്, നമ്മൾ ആദ്യത്തെ മിഷന് പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ സമയത്ത് നീ എൻ്റെ അടുത്ത് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോന്ന്. പാവം വൈറ്റ് എവിടെ നോർക്കാനാ. ഇവരുടെ ഈ ഒരു ടീം ഫോം ചെയ്തത് തന്നെ ബ്ലാക്ക് ആണ്. ഇവർ ആദ്യത്തെ ഒരു മിഷന് പോയിട്ട് അവിടെ നിന്ന് എന്തോ പെയിന്റ് ഒക്കെ എടുത്തൊരു ഗ്ലാസ്സിലേക്ക് എറിയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് സെക്യൂരിറ്റീസ് അങ്ങോട്ടേക്ക് വരാണ്. അപ്പൊ ഇവര് ബ്ലാക്കും സിയാനും അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ബാക്കിയുള്ളവരെ താഴെ നിന്ന് നോക്കുമായിരുന്നു. ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് യോക്കും ഗ്രാമം പോകുന്ന സമയത്ത് സിയാനും ബ്ലാക്കും കൂടെ ഇവിടെ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും സിയാനെ സെക്യൂരിറ്റീസ് പിടിക്കുകയാണ്. സിയാൻ ബ്ലാക്കിനെ വിളിക്കുന്നുണ്ട്. ബ്ലാക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും സിയാനെ ഹെൽപ്പ് ചെയ്യാണ്ട് അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് സിയാനെയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് വൈറ്റ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ചെയ്യുന്ന മിഷനില് അഥവാ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് അഡ്മിറ്റ് ചെയ്തോളാ. നീ ഇപ്പൊ അഥവാ സർവൈവ് ചെയ്യണമെന്നാണെങ്കിൽ അതും നോക്കി ചെയ്തോളാന്നാണ് ബ്ലാക്ക് പറയാറുള്ളത്. ഇതൊക്കെ സിയാൻ പറയുമ്പം വൈറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യണല്ലോ. ഞാൻ പറഞ്ഞ ഓരോ വാക്കും നിനക്ക് ഓർമ്മയുണ്ടോന്ന് ചോദിക്കുന്നതിന് നീ പറഞ്ഞത് നിനക്ക് എന്നെ ഓർമ്മയില്ല, നീ വെറും തെമ്മാടിയാണെന്ന് സിയാൻ പറയുന്നു. അതെ, അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് ഇവൻ പോവാൻ നിൽക്കുമ്പം അവനവിടെ പിടിച്ചു നിർത്തിയിട്ട് വൈറ്റിനെ നോക്കി നിൽക്കാണ്. വൈറ്റ് ആണെങ്കിൽ സിയാനെ പിടിച്ച് മാറ്റിയിട്ട് ഗംഭ നമ്മളെ ടെസ്റ്റ് ചെയ്യാണെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഗംഭ വെറുതെ ഒച്ച എടുത്തേനേന്ന് ഇവൻ പറയുമ്പം ഓ, നിനക്ക് ഗംഭ ഒച്ച എടുക്കുന്നതൊക്കെ പേടിയാണോ എന്നുള്ള രീതിക്ക് സിയാൻ ഒരുമാതിരി ആക്കി ചോദിക്കുന്നു. പേടി ആയോണ്ടല്ല, അനോയിങ് ആയോണ്ടാണ് എന്ന് ഇവനൊരുമാതിരി ഗത്തായിട്ട് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പം സിയാൻ ചോദിക്കാണ്, ശരിക്കും അങ്ങനെ തന്നെയാണോ എന്ന്. അതെ, അതുവല്ല ഒറിജിനൽ ആയിരുന്നെങ്കിൽ നീ ചത്താലും എനിക്കൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഞാനിങ്ങ അന്നേനെന്ന് പറഞ്ഞ് വൈറ്റ് അവിടുന്ന് പോവാണ്. ഇവിടെ നമ്മുടെ യോക്ക് ഫോണിൽ നോക്കുമ്പം ഉനാറിന്റെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ലാസ്റ്റ് ആയിട്ട് വരച്ച ആ ഒരു ചിത്രം, അതിന്റെ ഫോട്ടോ ഇൻസ്റ്റയിലുണ്ട്. അത് നോക്കാണ്. അത് ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഉനാറ് യോക്കിനെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്തിനാണ് ഇവൻ എന്നെ വരച്ചു വെച്ചെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ട് നിൽക്കാണ്.
നമ്മുടെ യോക്കിന് പുനാറിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ വൈറ്റ് ഗ്യാരേജിൽ നിന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിയാൻ മേലെ നിന്ന് എന്തൊക്കെയോ സാധനം എടുത്ത് താഴേക്കിട്ട് വൈറ്റിനെ നോക്കി പേടിപ്പിച്ചിട്ട് അവിടുന്ന് പോവാണ്. ഈ ചെറുക്കിന് ഇതെന്താ പറ്റിയെന്ന് വൈറ്റിന് എന്താ മനസ്സിലാവുന്നു. വൈറ്റ് ആ ഫോണിൽ നോക്കുമ്പം ഇതാർക്കും ഷെയർ ചെയ്യരുത്, നിനക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജും കാണുന്നു. കൂടെ തന്നെ ഒരു വീഡിയോ ഉണ്ട്. ഒരു പെണ്ണ് ബ്ലാക്കിന്റെ വീഡിയോ എടുക്കുന്നതാണത്. ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ബ്ലാക്കിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നാണ്. അത് സീക്രട്ട് ആയിട്ട് വെച്ചതാണെന്നാണ് വൈറ്റ് വിചാരിക്കുന്നത്. ആ പെണ്ണ് ഡാൻസ് കളിക്കുന്നതാണ്. എവിടുന്നാ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ആർഡിയോ എടുത്ത് വൈറ്റ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ബ്രേക്കപ്പ് ആക്കിയില്ലേ എന്നയാൾ ചോദിക്കുന്നു. കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് അറിയുമ്പം ഫാക്കൽറ്റിയിൽ പോയി നോക്കാൻ പറയാണ്. ഏത് ഫാക്കൽറ്റിന്ന് ഇവനുണ്ടറിയുന്നു. അങ്ങനെ എന്തായാലും തപ്പിപ്പിടിച്ച് ആ പെണ്ണിനെ പോയി കാണുന്നുണ്ട്. ആ പെണ്ണെ ഡാൻസ് കളിക്കുമ്പം കുറച്ച് മാറി നിന്ന് കാണുന്നു. കുറെ നേരം നോക്കിയേക്കുന്നുണ്ട്. ആ പെണ്ണാണെങ്കിൽ ഇവനെയും കാണുന്നു. ആ സമയത്ത് വൈറ്റ് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ വൈറ്റ് നേരെ വരുന്നത് ടോഡിന്റെ അടുത്തേക്കാണ്. ടോഡാണെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു റൂമിലാണ് ഉള്ളത്. റൂമിന് റെന്റ് എത്രയാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ടോഡ് പറയുന്നു ഇത് റെന്റിന്റെ അടുത്തല്ല, എന്റെ സ്വന്തം ബിൽഡിംഗ് ആണെന്ന്. ആള് റിച്ച് ആണ്, ഒരു പ്രസിഡന്റും കൂടെയാണ്. അങ്ങനെ അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് നേരെ കാര്യത്തിലേക്ക് കിടക്കുന്നു. ആ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ബ്ലാക്കിന്റെ ഗേൾ ഫ്രണ്ട് ആണോ അത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പില്ല എന്നാണ് ടോഡ് പറയുന്നത്. ഓൾറെഡി ആ പെണ്ണിനെ കണ്ടു, പക്ഷെ അവള് കണ്ട സമയത്ത് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി എന്നൊക്കെ പറയുന്ന സമയത്ത് നേരെ പോയിട്ട് മീറ്റ് ചെയ്യണ്ടായിരുന്നു എന്നാണ് ടോഡ് ചോദിക്കുന്നത്. അഥവാ ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് താൻ ബ്ലാക്ക് അല്ല എന്നുള്ള കാര്യം അവളെ കണ്ടുപിടിച്ചാലോ എന്നാണ് വൈറ്റിന്റെ പേടി. അവള് ബ്ലാക്കിന്റെ ഗേൾ ഫ്രണ്ട് ആയ സ്ഥിതിക്ക് അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. കാരണം ഗേൾ ഫ്രണ്ടിന് ഉറപ്പായിട്ടും കൂടുതലായിട്ട് ബോയ് ഫ്രണ്ടിനെ അറിയായിരിക്കല്ലോ. വൈറ്റിന്റെ അടുത്ത് മീറ്റ് ചെയ്യുക വിളിക്കുന്നൊക്കെ പറയുമ്പം അവനാണെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്. ഇപ്പൊ ടോഡ് അവന്റെ ഫോൺ എടുത്ത് അവൻ തന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അവള് കോൾ എടുക്കുന്നില്ല. എന്തായാലും അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോഡ് പറയുന്നത്. ബ്ലാക്കിന്റെ സ്ഥലത്തേക്ക് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. പുറത്തു വല്ലതും ആണെങ്കിൽ അവളെ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വീട്ടിൽ തന്നെ ആവുമ്പം എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാലോ. അതിന് വൈറ്റ് പേടിച്ച് കണ്ടിട്ട് സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടാവുന്ന പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെന്ന് വൈറ്റ് പറയുന്നതിന് അപ്പൊ പിന്നെ നിനക്ക് അത് ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരുന്ന് ടീസ് ചെയ്യാണ്. ബ്രദറിന്റെ ഗേൾ ഫ്രണ്ടിനൂടെ ട്വിൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ നമ്മുടെ വൈറ്റിനെ കിട്ടത്തില്ല. എന്തായാലും ടോഡ് പറയുന്നുണ്ട് ആ പെണ്ണിനെ പോയി കാണുന്നതാണ് നല്ലത്, അതാവുമ്പം ബ്ലാക്കിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുമെന്ന്. പിറ്റേന്ന് വൈറ്റ് ക്ലാസ്സിൽ ഇരുന്നിട്ട് യൂജിനെ മെസ്സേജ് അയക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അയക്കുന്നില്ല. യൂജിൻ ബ്ലാക്കിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. അപ്പോഴാണ് നമ്മുടെ ഗ്രാമം അങ്ങോട്ടേക്ക് വരുന്നത്. എപ്പോഴത്തെ പോലെ തന്നെ കമ്പനി ആയിട്ട് വൈറ്റിന്റെ അടുത്ത് സംസാരിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് സിയാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇതെന്താ ഇവൻ ഇവിടെയെന്ന് വൈറ്റ് ചോദിക്കുമ്പോഴാണ് ഗ്രാമം പറയുന്നത് 2 ഫാക്കൽറ്റിയിലെയും പിള്ളേർക്ക് ഒരുമിച്ചാണ് ഇന്ന് സെമിനാറെന്ന്. അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് അവന്റെ ഫേസ് കണ്ട് കണ്ട് മടുത്തെന്ന് ഇവൻ. എന്നിട്ട് ഒരുമാതിരി സിയാനെ നോക്കുമ്പം സിയാനാണെങ്കിൽ അതിന്റെ അപ്പുറം വൈറ്റിനെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അങ്ങനെ സെമിനാറും തുടങ്ങുന്നു. ഒരു ഹിസ്റ്ററി പ്രൊഫസറാണ് വന്ന് ക്ലാസ് എടുക്കുന്നത്. ഇംപ്യൂണിറ്റി എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ളവരും ഗവൺമെന്റ് പൊളിറ്റീഷ്യൻസ് ഒക്കെ ആയിട്ട് നല്ല കണക്ഷൻസ് ഉള്ളവരൊക്കെ തെറ്റായിട്ട് നിയമത്തിനെതിരായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്താലും നിയമത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ അവർ അതിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടാതെ ഒഴിഞ്ഞു പോവാറുണ്ട്. അതും ഒരു തരം പ്രിവിലേജ് ആണ്. ഇതിനെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് കേസസ് ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുമെന്ന് സാറ് ചോദിക്കുന്ന സമയത്ത് സിയാൻ കൈവക്കിയിട്ട് 2018 താവിന്റെ ഒരു ഡ്രൈവർ മരിച്ചായിരുന്നു. ആ ഒരു കേസിനെ കുറിച്ച് പറയാണ്. കറക്റ്റായിട്ട് ന്യൂസൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഈ ഒരു കേസിനെ കുറിച്ച് അറിയാതിരിക്കാം. ഇതുപോലെ തന്നെയാണ് താവിന്റെ എല്ലാ കേസസും. ഇംപ്യൂണിറ്റിക്ക് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് എന്ന് സാറും പറയുന്നു. എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുന്ന സിയാൻ എന്തിനാ ഇപ്പൊ ഈ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞത്, എന്തു ആ കേസ് എന്ന് വൈറ്റ് ഗ്രാമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഒരുപാട് മുന്നേ നടന്ന കേസാണ്, അതുകൊണ്ട് തന്നെ ഗ്രാമിനും കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഇത് സിയാൻ പറയാനുള്ള കാരണം അവന് താവിനെ കണ്ണെടുത്താ കണ്ടുവിടാത്തോണ്ടാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഗ്രാമിന്റെ അടുത്ത് വൈറ്റ് ചോദിക്കുന്നുണ്ട് സിയാനെ കണ്ടോന്ന്, ഒന്ന് സംസാരിക്കണം എന്ന് പറയാണ്. ഗ്രാമിനാണെങ്കിൽ അത്ഭുതം. സിയാനും ബ്ലാക്കും ആണെങ്കിൽ നേർക്ക് നേരെ നോക്ക് തന്നെ ഇല്ല. എല്ലാരും കൂടെ ഒരുമിച്ച് കാണുന്ന സമയത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവനവിടുന്ന് പോവാണ്. വൈറ്റ് യൂജിനെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാ ഒരു സിനിമയുടെ കട്ട് ചെയ്ത്. ഇതേ സമയത്ത് യോക്ക് സിയാന്റെ അടുത്തേക്ക് വന്നൊരു ലിഫ്റ്റ് ചോദിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് സിയാന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു. നാമോ നമ്മുടെ സിയാന്റെ ഗേൾ ഫ്രണ്ട് ആണ്. നാമോ പെയിന്റിങ് ആയല്ലോ. സിയാന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും പെയിന്റ് ചെയ്ത് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് അവൻ. അതിനൊന്നും സിയാനൊരു കുഴപ്പമില്ല. കാരണം അവനാണെങ്കിൽ അവളുടെ അടുത്ത് ഗേൾ ഫ്രണ്ട് ആയിട്ടിരിക്കുമോ എന്ന് ചോദിച്ചിട്ട് പോലും ഇല്ല. ജസ്റ്റ് ഇവരെ സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ എന്ന് യോഗ ചോദിക്കുന്നുണ്ട്.
ഇവരെ പറയുന്ന അനുസരിച്ച് സിയാന്റെ ഗേൾഫ്രണ്ട് ആണ് നാമോ. പക്ഷെ ഇവരെ കണ്ടാലും അങ്ങനെ തോന്നത്തില്ല. സിയാന്റെ പറച്ചിൽ കേട്ടിട്ടും അങ്ങനെ ഒരു ഫീലിങ്സ് അവർ തമ്മിലുണ്ട് എന്ന് തോന്നുന്നില്ല. ഗ്യാരേജില് വൈറ്റ് തീ കത്തിക്കാൻ നോക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ പറ്റുന്നില്ല. ഈ സമയത്താണ് സിയാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അതിങ്ങോണ്ട ഞാൻ ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിലും ഇല്ല, ഞാൻ തന്നെ ചെയ്തോളാന്ന് വൈറ്റ്. പക്ഷെ സിയാൻ അത് മേടിച്ച് ചെയ്യുന്നു, കറക്റ്റായിട്ട് കത്തിക്കുന്നുണ്ട്. ഈ സമയത്ത് സിയാൻ ചോദിക്കാണ്, അല്ല ക്ലാസ്സിൽ നിന്ന് നീ എന്തിനാ എന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേന്ന്? നീ ആ ഒരു കേസ് എന്തിനാ പറഞ്ഞത് നോക്കുമായിരുന്നു, അത് നീയായിട്ട് റിലേറ്റഡ് ആണോ എന്ന് ചോദിക്കുമ്പം താവിയായിട്ടുള്ള എല്ലാം ഞാനുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് സിയാൻ. അതിൽ കൂടുതൽ വൈറ്റ് ചോദിക്കുമ്പോഴേക്കും സിയാൻ ആണെങ്കിൽ എണ്ണ എടുത്ത് ആ തീയിലേക്ക് ഒഴിക്കാണ്. അതാണെങ്കിൽ വൈറ്റിന്റെ മേത്തേക്കാവുന്നുണ്ട്. എന്തിനാ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം തീയിന്റെ അടുത്ത് കളിച്ചാല് പൊള്ളും എന്ന് സിയാൻ പറയാണ്. അങ്ങനെ അടുത്ത സീനില് ഇവരുടെ ടീംസ് ഒക്കെ കൂടെ ഇരിക്കാണ്. ആ സമയത്ത് ഗംപ ചോദിക്കുന്നു അടുത്ത മിഷൻ എന്താ ചെയ്യണമെന്ന്. നീതി വ്യവസ്ഥ മൊത്തമായിട്ട് മാറ്റണം, നിയമങ്ങള് മൊത്തം പൊളിച്ചടുക്കി എഴുതണം എന്നാണ് ഗ്രാമ പറയുന്നത്. ഗ്രാമ ഒരു ലോ സ്റ്റുഡന്റും കൂടെയാണ്. പക്ഷേ എന്താണോ നിയമം എന്ന് പറഞ്ഞ് പഠിക്കുന്നത് അതൊന്നല്ല ഇവിടെ നടക്കുന്നത്. പക്ഷെ നിയമം മൊത്തം മാറ്റി എഴുതാന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അതിനെന്തെങ്കിലും വഴിയുണ്ടോന്ന് ചോദിക്കുമ്പം ഇല്ലെന്നവൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്ന പറയുന്നുണ്ട്. യോക്കിന്റെ അടുത്ത് ചോദിക്കുമ്പം ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് സമൂഹത്തില് തുല്യ സമത്വം തന്നെ വേണമെന്നാണ് പറയുന്നത്. ജോലിന്റെ കാര്യമാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എല്ലാ കാര്യത്തിലും നോർമൽ ആയിട്ടുള്ള പീപ്പിൾസിനെ പോലെ തന്നെ അവരെയും ഈക്വൽ ആയിട്ട് തന്നെ കാണണം എന്നാണ് യോക്ക് പറയുന്നത്. അതവന്റെ അമ്മേന്റെയും കൂടെ കാര്യമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. സിയാന്റെ അടുത്ത് ചോദിക്കുമ്പം താവിന്റെ ബിസിനസ് മൊത്തം നശിപ്പിക്കണം എന്നാണ് പറയുന്നത്. പേഴ്സണൽ ആയിട്ടുള്ളതിന്റെ കൂടെ തന്നെ താവി ചെയ്യുന്നത് മൊത്തം മറ്റുള്ളവരെ ചൂഷണം ചെയ്തിട്ടാണ്. അതിനെ എതിർക്കാനും കൂടെ വേണ്ടിയിട്ടാണ് സിയാനി പറയുന്നത്. വൈറ്റിന്റെ അടുത്ത് ചോദിക്കുമ്പം ഞാനൊന്നും പറയുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാ പിന്നെ എന്തായാലും നമ്മുടെ മുതല തന്നെ തീരുമാനിക്കട്ടെ എന്ന് ഗംപ. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ മുതലന്റെ ഓരോരോ പല്ല് ഞെക്കുന്നു. വൈറ്റ് ആണ് തുടങ്ങുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഞെക്കിയിട്ട് ലാസ്റ്റ് സിയാൻ ഞെക്കി നേരെ വൈറ്റിന്റെ അടുത്തേക്ക് കൊടുക്കാണ്. വൈറ്റ് ആ സിയാൻ ഞെക്കി അതേ ബട്ടൺ തന്നെ ഞെക്കാൻ വരുമ്പം സിയാൻ തടഞ്ഞു വെച്ച് അത് റിസർവ്ഡ് ആണെന്ന് പറയുന്നു. ഞാൻ അതിൽ തന്നെയാ തുടങ്ങിയെന്ന് പറഞ്ഞ് വൈറ്റ് അതിൽ തന്നെ ഞെക്കുവാണ്. അങ്ങനെ അടുത്ത മിഷൻ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ വൈറ്റിന് അവസരം കിട്ടുവാണ്. അവനാണെങ്കിൽ പറയുന്നത് സിയാൻ എന്താണോ പറഞ്ഞത് അത് തന്നെ ചെയ്യാന്ന്. അതായത് താവിന്റെ എല്ലാ ബിസിനസ്സും നശിപ്പിക്കുന്നവരും. സാധാരണയായിട്ട് ബ്ലാക്കിന് എല്ലാരെയും നിയന്ത്രിക്കുന്നതാണ് ഇഷ്ടം. ഇത് സിയാന്റെ അടുത്തേക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്ന കണ്ടിട്ട് ബാക്കി എല്ലാവർക്കും അത്ഭുതം. സിയാനും വൈറ്റും ആണെങ്കിൽ കീരിയും പാമ്പും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വൃത്തിയിരുന്ന് തർക്കിച്ചുകൊണ്ടിരിക്കാണ്. ഒരാളൊന്ന് പറഞ്ഞാൽ മറ്റേ ആള് 2 എന്നുള്ള കണക്കിനാണ് രണ്ടുപേരും ഭയങ്കരമായിട്ടിരുന്ന് തർക്കിക്കുന്നത്. വൈറ്റ് ബ്ലാക്കിന്റെ റൂമിലേക്ക് വരുമ്പം അവിടെ യൂജിനുണ്ട്. ഇവനാണെങ്കിൽ ആകെപ്പാടെ ഷോക്കായി പോന്നു. നീയല്ല എന്നെ ഇങ്ങോട്ട് വിളിച്ചത്, എന്നിട്ട് എന്താ ഇപ്പൊ സർപ്രൈസ്ഡ് ആയി പോയി എന്ന് അവളും ചോദിക്കുന്നുണ്ട്. ബ്ലാക്കിനെ മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവള് പോയിട്ട് വൈറ്റിനെ കെട്ടിപ്പിടിക്കാണ്. പക്ഷെ അവൻ റെസ്പോൺസ് ഒന്നും ചെയ്യാതെ നിൽക്കുന്ന കണ്ടിട്ട് നീ എന്തൊരു ദുഷ്ടനാണ്, ഒരു എക്സ്പ്ലനേഷനും തരാണ്ട് എന്നെ വെറുതെ ഒഴിവാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവള് സംസാരിക്കുകയാണ്. വൈറ്റ് ആണെങ്കിൽ അവളെ ബേക്കിൽ കൂടെ പോയിട്ട് ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കുകയാണ്. നീ എന്നെ മിസ് ചെയ്തില്ലേ എന്ന് അവള് ചോദിക്കുന്നു. അത് ചെയ്തു എന്ന് ഇവനും പറയുന്നുണ്ട്. അപ്പൊ അവളാണെങ്കിൽ അവനെ പിടിച്ച് കിസ് ചെയ്യാണ്. അവനും തീരെ മോശമല്ല. അങ്ങനെ രണ്ടുപേരും കൂടെ കിസ് ചെയ്ത് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് നിനക്ക് തരാൻ എന്റെ അടുത്തൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ കബോർഡിൽ പോയിട്ട് എന്തോന്ന് തപ്പുവാണ്. ഇതേ സമയത്ത് യൂജിന്റെ ഫോണിലേക്ക് എന്തോ മെസ്സേജും വരുന്നുണ്ട്. വൈറ്റ് എടുക്കാൻ പോയത് വോഡ്ക്കയാണ്. കുടിച്ചു നോക്കുമ്പോൾ നല്ല സ്ട്രോങ് ആണ്. അതൊന്നും കുഴപ്പമില്ല, നീ ഡ്രങ്ക് ആവത്തില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ കൊണ്ടു കുടിപ്പിക്കുന്നു. അപ്പൊ അവളുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്. എടുത്തോളാൻ വൈറ്റ് പറയുന്നുണ്ടെങ്കിലും എനിക്ക് നിന്റെ കൂടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവളത് കൊണ്ടുവെക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പിന്നെയും ഗ്ലാസ്സിലേക്ക് വോഡ്ക്ക ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവള് ചോദിക്കാണ്, നിനക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യമാണോ, നീ എന്താ സാധാരണ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കാത്തേന്ന്. വൈറ്റിനുണ്ടോ അറിയുന്നു ബ്ലാക്ക് എന്താ ഇവിടെ വിളിച്ചുകൊണ്ടിരുന്നേന്ന്. അങ്ങനെ കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് നിനക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പം അത് നീ കുടിക്ക് എന്നിട്ട് പറയാന്ന് വൈറ്റും. അങ്ങനെ ഏകദേശം അവള് ഡ്രങ്ക് ആവുന്നുണ്ട്. അവനെയും കെട്ടിപ്പിടിച്ച് അവന്റെ മേത്തേക്ക് തന്നെ കടക്കുവാണ്. അവനാണെങ്കിൽ അവളെ നേരെ കടത്തിയിട്ട് അവളുടെ ഫോൺ നോക്കുന്നു. നാളെ നമുക്ക് മീറ്റ് ചെയ്യാം, ഇന്ന ടൈമില് കാണാമെന്ന് പറഞ്ഞ് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ വൈറ്റ് ചിന്തിക്കുന്നുണ്ട് യൂസിനായിരിക്കും ബ്ലാക്കിന് ഇങ്ങനെ പറ്റാനുള്ള കാരണമെന്ന്. അങ്ങനെ പിറ്റേന്ന് ആദ്യം എണീക്കുന്നത് യൂജിനാണ്. അവളാണെങ്കിൽ ഫോണിൽ നോക്കി ആ ഒരു മെസ്സേജ് കണ്ടിട്ട് നേരെ അവിടെ നിന്ന് പോവാണ്. വൈറ്റ് എണീക്കുമ്പോഴേക്കും അവള് താഴേക്ക് പോയിട്ടുണ്ട്. ഒരു ടാക്സി പിടിച്ച് പോകുന്ന സമയത്താണ് വൈറ്റ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ വൈറ്റ് അവളെ ഫോളോ ചെയ്ത് പോകുന്നു. അങ്ങനെ കുറെ നേരം ഫോളോ ചെയ്ത് പോകുമ്പം അവളെ മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാമിനെയാണ്.
അത് അവർ രണ്ടും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെയാണ് കാണുന്നത്. എന്തുവാണ് എന്തോടെ നടക്കുന്നത്? ഇന്നലെ അവന്റെ അടുത്ത് ഇഷ്ടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊക്കെ നിന്ന പെണ്ണ് ഇപ്പൊ ഇതാ പോയിട്ട് രാമനെ കെട്ടിപ്പിടിച്ചു വെക്കുന്നു.